ഹായ് ഡിയേഴ്സ്, അസ്സാം വലൈക്കും. എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. വീട്ടിലിരുന്നു കൊണ്ട് തന്നെ എന്തെങ്കിലും ഒരു ഏണിങ്സ് ഉണ്ടാക്കണം എന്നുള്ളവരായിരിക്കും അധിക സ്ത്രീകളും. അപ്പോൾ അവർക്ക് ചെയ്യാൻ പറ്റിയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് ഇന്ന് നമ്മൾ ഈ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. കഴിഞ്ഞ വീഡിയോയിൽ നമ്മളൊരു ഫ്രീ കോഴ്സിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന് ഒരുപാട് പേര് നല്ല സപ്പോർട്ടായിട്ട് വന്നിട്ടുണ്ട്. നമ്മൾ കമൻറ്റ് ബോക്സ് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും, ഒരുപാട് പേര് സ്മൈലികൾ അയച്ചിട്ടുണ്ട്. അതുപോലെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു കമൻറ്റ് ചെയ്യാൻ താല്പര്യമുള്ളവർ. ഇപ്പോൾ ഇൻട്രസ്റ്റഡ് ആയിട്ടെന്ന് പറഞ്ഞിട്ട് മെസ്സേജ് അയച്ചിട്ടുണ്ട്. ഇൻട്രസ്റ്റ് ഉള്ളവരൊക്കെ സ്മൈലിയും അയച്ചിട്ടുണ്ട്. അതുകൂടാതെ ഒരുപാട് പേര് ഫോണിൽ മെസ്സേജ് അയച്ചിട്ടുണ്ട്, അതുപോലെ തന്നെ കോൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം ഭയങ്കര സന്തോഷമായി. ഇത്രയും പേര് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ താല്പര്യമുള്ളവരുണ്ടെന്ന് പറഞ്ഞപ്പോൾ ഭയങ്കര സന്തോഷമുണ്ട്. കാരണം നമ്മൾ വെറുതെ ഇരിക്കുന്ന ടൈം നമുക്ക് യൂസ്ഫുള്ളായിട്ട് ചെയ്യാം, പല കാര്യങ്ങളും നമുക്ക് ചെയ്യാനുണ്ട്. അതിനിപ്പോൾ ഏത് മേഖല എടുത്താലും നമ്മൾ വെറുതെ ഇരിക്കുന്നതിനേക്കാളും നല്ലത് എന്തെങ്കിലും വർക്ക് ഇരിക്കുക എന്നുള്ളത് തന്നെയാണ്. പിന്നെ കുറച്ച് അസുഖമുള്ള ആൾക്കാർ വിളിച്ചിട്ടുണ്ടായിരുന്നു. ഒന്നും ചെയ്യാൻ പറ്റില്ല, ഞങ്ങൾക്ക് പുറത്ത് പോയി ചെയ്യാൻ പറ്റില്ല, വീട്ടിലിരുന്നിട്ട് തന്നെ എന്തെങ്കിലും ഒരു ഏണിങ്സ് ഉണ്ടാക്കണം എന്ന് പറഞ്ഞിട്ട്. അതുപോലെ തന്നെ എന്താ പറയുക, കുട്ടികളൊക്കെ സ്കൂളിൽ പോയാൽ ബോറടിച്ചിരിക്കുകയാണ്, ഭയങ്കര വിഷമം, സങ്കടം അങ്ങനെയൊക്കെ വരുന്നുണ്ട്. അപ്പോൾ എന്തെങ്കിലും ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് അങ്ങനെ പറയുന്നുണ്ട്. സ്വന്തം മക്കൾക്ക് ഭംഗിക്ക് വേണ്ടി ചെയ്ത് കൊടുക്കണം എന്നുള്ളവരുണ്ട്, എന്തെങ്കിലും ഏണിങ്സ് കിട്ടണം എന്ന് വിചാരിച്ച് ചെയ്യുന്നവരുണ്ട്. അങ്ങനെ ഒരുപാട് രീതിയിൽ ചെയ്യാൻ ആഗ്രഹിക്കുന്നവരാണ് വിളിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ മെസ്സേജും ഒക്കെ കണ്ടപ്പോൾ ഭയങ്കര സന്തോഷം തോന്നി. പിന്നെ കോൾ ചെയ്യുന്നവരോട് എനിക്ക് പറയാനുള്ളത്, ഞാൻ വീട്ടിലെ പണിയും കുട്ടികളുടെ കാര്യങ്ങളും ഒക്കെ നടത്തി അതിൻ്റെ ഇടയിൽ കൂടിയാണ് ഇങ്ങനെയുള്ള ഐറ്റംസൊക്കെ വീഡിയോ ചെയ്യുന്നതും അത് എഡിറ്റ് ചെയ്യാനും അതുപോലെ പാക്കിങ് ചെയ്യാനും കസ്റ്റമേഴ്സിനായിട്ട് വാട്സപ്പിൽ ചാറ്റ് ചെയ്യാനും അങ്ങനെ ഒരുപാട് ടൈം പോകുന്ന കാരണം എനിക്ക് കോളൊന്നും ചിലതൊന്നും അറ്റൻഡ് ചെയ്യാൻ പറ്റാറില്ല. ചില കോളൊക്കെ ഞാൻ എടുക്കാറുണ്ട്. അപ്പോൾ മാക്സിമം നിങ്ങൾ മെസ്സേജ് അയക്കാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ ഫ്രീ ജ്വല്ലറി കോഴ്സ് ആയതുകൊണ്ട് എല്ലാവർക്കും പല ഡൗട്ടുകളുണ്ടായിരുന്നു. അപ്പോൾ വിളിച്ചവർ ചോദിച്ച കുറച്ച് ക്വസ്റ്റ്യൻസൊക്കെ ഞാൻ പറയാം. എന്ന് മുതലാണ് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നത്, അതുപോലെ ജ്വല്ലറി മെറ്റീരിയൽസ് എത്ര രൂപക്കാണ് കിറ്റ് ഉണ്ടായിരിക്കുക, എന്തെല്ലാം ഐറ്റംസാണ് നമ്മൾ പഠിപ്പിച്ചു കൊടുക്കുന്നത്, അതുപോലെ ജ്വല്ലറി ഐറ്റംസ് മാത്രമേ ഉണ്ടാവുള്ളൂ, അതുപോലെ അതിൻ്റെ കൂടെ ടൂൾസുകൾ ഉണ്ടായിരിക്കുക, അങ്ങനെ ഒരുപാട് ഡൗട്ടുകൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനെക്കുറിച്ചിട്ടുള്ള ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു വീഡിയോയിൽ ഷെയർ ചെയ്യുന്നത്. മെയിനായിട്ട് നമ്മൾ പറയുന്നത്, അഡ്മിഷൻ എടുക്കണം എന്ന് ആഗ്രഹിക്കുന്നവർ ആദ്യം ചെയ്യേണ്ട കാര്യം, നമ്മൾ ഈ സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് നിങ്ങളുടെ പേരും നിങ്ങളുടെ വാട്സപ്പ് നമ്പറും അതുപോലെ തന്നെ ജ്വല്ലറി മേക്കിംഗ് ജസ്റ്റ് ടൈപ്പ് ചെയ്ത് ടെക്സ്റ്റ് മെസ്സേജ് അയക്കുക. നമ്മൾ അഡ്മിഷൻ ഉറപ്പാക്കുന്നതിന് വേണ്ടിയിട്ട് 100 രൂപ അഡ്മിഷൻ ഫീസ് മാത്രമാണ് ഈ ഒരു കോഴ്സിന് ഈടാക്കുന്നത്. ആദ്യം തന്നെ നിങ്ങളുടെ അഡ്മിഷൻ ഉറപ്പാക്കുക. നമുക്ക് ഒരുപാട് പേർക്കൊന്നും ഈ ഒരു സൗകര്യം ചെയ്തു കൊടുക്കാൻ പറ്റില്ല, എന്നാലും മാക്സിമം നമ്മളെക്കൊണ്ട് കഴിയുന്ന രീതിയിൽ നമ്മൾ ഈ ഒരു കോഴ്സ് അറ്റൻഡ് ചെയ്യും. ഞാൻ ഉദ്ദേശിക്കുന്നത് ഒരു 5 ദിവസത്തെ ക്ലാസ്സാണ്. ഇതിനുള്ളിൽ തന്നെ നമുക്ക് ബിഗിനേഴ്സിന് അത്യാവശ്യം വേണ്ട മേക്ക് ചെയ്യാൻ ആവശ്യമുള്ള എല്ലാ ഐറ്റംസും, അതായത് ഒരു കമ്മൽ മുതൽ പാൽസാരം വരെ ചെയ്തു കൊടുക്കാൻ പറ്റിയിട്ടുള്ള രീതിയിൽ നമ്മൾ ഈ ഒരു കോഴ്സിൽ പഠിപ്പിച്ചു കൊടുക്കും. അത്യാവശ്യം എല്ലാ കാര്യങ്ങളും ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള വീഡിയോസുകളായിരിക്കും നിങ്ങൾക്ക് ക്ലാസ്സുകളായിട്ട് ഉണ്ടാവുക. അതുപോലെ വാട്സപ്പ് വഴിയാണ് നമ്മൾ മെസ്സേജസൊക്കെ പാസ് ചെയ്യുക, വീഡിയോസും ഒക്കെ ഉണ്ടായിരിക്കുക. കാരണം നിങ്ങൾക്ക് നിങ്ങളെ ജോലി സമയം കഴിഞ്ഞ് ഫ്രീ ടൈം കിട്ടുമ്പോൾ മാത്രം നിങ്ങൾ അത് നോക്കി ചെയ്ത് പഠിച്ചാൽ മതി. പിന്നെ എന്നാണ് മെറ്റീരിയൽസ് കിട്ടുക എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. മെറ്റീരിയൽസ് നമ്മൾ ഓർഡർ ചെയ്തിട്ട് എത്തുന്നേ ഉള്ളൂ. കുറച്ച് ഐറ്റംസൊക്കെ എത്തിയിട്ടുണ്ട്, ബാക്കി കുറച്ച് ഐറ്റംസും കൂടി എത്താനുണ്ട്. പിന്നെ അതുമല്ല, നമ്മൾ വിചാരിച്ചതിലും ഒരുപാട് പേര് നമുക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ട്. അപ്പം അതിനനുസരിച്ചുള്ള മെറ്റീരിയൽസും നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ട്. എങ്കിലും 2 ആഴ്ചയ്ക്കുള്ളിൽ തന്നെ ഡിസ്പാച്ചിങ് നടക്കും. ജ്വല്ലറി മേക്കിംഗ് നമ്മൾ ഓണം സീസണ് വരുന്നതും കൂടി കണക്കിലെടുത്തുകൊണ്ടാണ് ഈ ഒരു ടൈമിൽ തന്നെ അത് പഠിപ്പിക്കുന്നത്. കാരണം നമ്മളിപ്പോൾ ഈ ഇൻഡിപെൻഡൻസ് ഡേ നല്ല പോലെ നമുക്ക് ബീഡ്സും കാര്യങ്ങളൊക്കെ സെയിലായിട്ടുണ്ട്. അതേപോലെ തന്നെ നമ്മൾ സീസണിനനുസരിച്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ ഏണിങ്സ് ഉണ്ടാക്കാം. അപ്പോൾ ഈ ഒരു ജ്വല്ലറി മേക്കിംഗ് പഠിക്കുന്ന ആൾക്കാർക്ക് അടുത്തത് വരുന്ന സീസൺ എന്ന് പറയുന്നത് ഓണമാണ്. ഓണത്തിന് എന്തായാലും നമുക്ക് ഹെയർ ബാൻഡ് ആണെങ്കിലും ഇനി ജ്വല്ലറി ഐറ്റംസ് ആണെങ്കിലും നല്ല മൂവിങ് ഉള്ള സമയമാണ്. അപ്പോൾ അതിൻ്റെ മുന്നേ തന്നെ നിങ്ങൾക്ക് ഇത് പഠിപ്പിച്ച് തരികയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് നല്ല രീതിയിൽ തന്നെ ഒരു ഏണിങ്സ് ഉണ്ടാക്കാനായിട്ട് സാധിക്കും.
അപ്പോൾ തീർച്ചയായിട്ടും ഓണത്തിൻ്റെ മുന്നേ തന്നെ നമുക്ക് കോഴ്സ് കംപ്ലീറ്റ് ചെയ്യണം. അപ്പം ഫസ്റ്റ് ബാച്ചാണ് ഇപ്പം നമ്മൾ അഡ്മിഷൻ എടുക്കുന്നത്. അപ്പോൾ അതിന് ശേഷം ബാക്കിയുള്ളവർ സെക്കൻഡ് ബാച്ചിലേക്ക് മാറ്റുന്നതായിരിക്കും. ഇനി നമ്മളെ മെറ്റീരിയൽസിൻ്റെ കിറ്റ് നമ്മൾ 1000 രൂപേൻ്റെ ഉള്ളിലുള്ള ഒരു കിറ്റാണ് വിചാരിക്കുന്നത്. കാരണം എല്ലാവർക്കും അഫോർഡബിൾ ആയിട്ടുള്ളൊരു പ്രൈസ് വേണം. നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും ഇത്രയും ഐറ്റംസ്, അതായത് കമ്മൽ, വള, മാല, ബ്രേസ്ലെറ്റ്, വള ഇല്ല, ബാക്കി ഐറ്റംസ് എല്ലാം എന്താ പറയുക, പാദസരം വരെ ചെയ്യുമ്പോൾ അത്യാവശ്യം നല്ല മെറ്റീരിയൽസ് വേണം ഒരുപാട്. അപ്പം അത് 1000-ൽ നിൽക്കുമോ എന്നുള്ളത് എനിക്കറിയില്ല. എങ്കിലും മാക്സിമം ഞാൻ 1000 രൂപേൻ്റെ ഉള്ളിൽ തന്നെ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. ഒരുപാട് പേര് വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരൊക്കെ പറഞ്ഞത് 1000-ന് മുകളിലാവുമ്പോൾ നമുക്ക് പറ്റൂല, അപ്പോൾ അതിൻ്റെ താഴെ, ആ ഒരു രീതിയിൽ തന്നെയാണ് ഞാൻ ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പം റേറ്റും കാര്യങ്ങളും അതുപോലെ മെറ്റീരിയൽസും വന്ന ശേഷം കിറ്റ് റെഡി ആക്കിയ ശേഷം ആ ഒരു വീഡിയോയും അതിൻ്റെ റേറ്റും ഒക്കെ നമ്മൾ വീഡിയോയിൽ ഉൾക്കൊള്ളിക്കും കേട്ടോ. അപ്പം അതിനെക്കുറിച്ചൊന്നും നിങ്ങൾ അറിയാവേണ്ട ആവശ്യമില്ല. നമ്മൾ നല്ല രീതിയിൽ തന്നെ എല്ലാം ചെയ്തതിന് ശേഷമായിരിക്കും ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളെ കയ്യിൽ മെറ്റീരിയൽസ് എത്തിയ ശേഷം ആയിരിക്കും ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുക. കാരണം ബേസായിട്ട് നമുക്ക് മെറ്റീരിയൽസിൻ്റെ പേര് പോലും അറിയാത്തവരായിരിക്കും. അപ്പം പേര് വരെ പഠിക്കണം എന്നുണ്ടെങ്കിൽ നമ്മളെ കയ്യിൽ മെറ്റീരിയൽസ് വേണം. നമ്മൾ ഒരുപാട് വീഡിയോസ് ഓൾറെഡി പല ചാനലുകളിലും ഉണ്ട്, മെറ്റീരിയൽസിൻ്റെ പേരും എങ്ങനെയാണ് ജ്വല്ലറി മേക്കിംഗ് ചെയ്യേണ്ടത് എന്നൊക്കെ. പക്ഷേ നമുക്കത് കണ്ടാൽ ഏതാണ് ഐ പിൻ ഏതാണ്, ഹെഡ് പിൻ ഏതാണ്, അങ്ങനെ കുറേ കൺഫ്യൂഷൻസ് വരും. അപ്പോൾ നമ്മൾ കയ്യിൽ മെറ്റീരിയൽസ് വെച്ചുകൊണ്ട് നമ്മൾ ഫസ്റ്റ് വീഡിയോ തന്നെ മെറ്റീരിയൽസിൻ്റെ ഡീറ്റെയിൽസ് ആയിരിക്കും പറഞ്ഞു തരിക. അപ്പം അങ്ങനെ നിങ്ങൾ 1 by 1 ആയി പഠിക്കുമ്പോൾ നിങ്ങൾക്ക് നല്ല രീതിയിൽ തന്നെ പെട്ടെന്ന് മനസ്സിലാവുകയും ചെയ്യും. പിന്നൊരു കാര്യം, ഇത് സ്ത്രീകൾക്ക് മാത്രമുള്ള കോഴ്സാണ്. കുട്ടികൾക്കും പ്രായമായവർക്കും ഒക്കെ ഈ ഒരു കോഴ്സിൽ ചേരാവുന്നതാണ്. കാരണം നമ്മൾ വീട്ടിൽ പ്രായമായവർ എന്തെങ്കിലുമൊക്കെ ചെയ്തിരിക്കണം, ബോറടി, ഇപ്പം എന്താ പറയുക, കുട്ടികളാരും വീട്ടിലാരും ഇല്ലാതെ ടൈം പാസിനൊക്കെ വേണ്ടിയിട്ട് പല അമ്മമാർക്കും ആഗ്രഹം ഉണ്ടായിരിക്കും. കുറേ പേര് വിളിച്ചിട്ടുണ്ടായിരുന്നു. അവർക്കൊക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ വാട്സപ്പ് ആക്കാൻ കാരണം. നമ്മൾ ഗൂഗിൾ മീറ്റ് ആയിരുന്നു പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എല്ലാവർക്കും യൂസ് ചെയ്യാൻ എളുപ്പത്തിന് വേണ്ടിയാണ് നമ്മൾ വാട്സപ്പിൽ തന്നെയാണ് മെസ്സേജസും വീഡിയോസും ഒക്കെ അപ്ലോഡ് ചെയ്യുക. അതുപോലെ തന്നെ റെക്കോർഡഡ് വീഡിയോസ് ആയത് കാരണം നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ജോലികൾ കഴിഞ്ഞ് നിങ്ങളെ ഫ്രീ ടൈം കിട്ടുമ്പോൾ മാത്രം ചെയ്ത് നോക്കി പഠിച്ചാൽ മതി. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് ഇതിൻ്റെ ഈ ഒരു ഡീറ്റെയിൽസ് ഉള്ളത്. എല്ലാം മാക്സിമം ഞാൻ പറഞ്ഞു എന്ന് വിചാരിക്കുന്നുണ്ട്. അതുപോലെ മേക്കിംഗ് ടൂൾസുകൾ വേണമെന്നൊരു കുറേ പേര് പറഞ്ഞിട്ടുണ്ട്, വേണ്ടാന്നും പറഞ്ഞിട്ടുണ്ട്. അപ്പം 2 കിറ്റായിട്ടായിരിക്കും ഉണ്ടാവുക, പ്ലെയേഴ്സും ഇതൊക്കെ ഉള്ളൊരു കിറ്റും അതില്ലാത്തൊരു കിറ്റും. അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് വേണം, അതൊക്കെ നിങ്ങൾക്ക് മെസ്സേജിലൂടെ അന്വേഷിച്ച് സംസാരിക്കാം. ബിഗ്നേഴ്സിന് മെയിനായിട്ട് വേണ്ട 2 ടൂൾസ്, ഒന്ന് കട്ടിംഗ് പ്ലെയറും ഒന്ന് നോർമൽ പ്ലെയറുമാണ്. ഇത് രണ്ടും ഉണ്ടെങ്കിൽ തന്നെ അത്യാവശ്യം എല്ലാ ഐറ്റംസും നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, നമ്മളെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ലൈക്ക് ചെയ്യുക. എന്തെങ്കിലും ഒരു സ്മൈലിയോ ഒരു ഹാർട്ടോ എന്തെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നമ്മളെ മുമ്പിട്ട വീഡിയോസൊക്കെ ഇഷ്ടപ്പെട്ടവർ അതൊക്കെ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. നമ്മൾ നിങ്ങളെ സപ്പോർട്ട് ചെയ്യുമ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന അറിയാമെങ്കിലും ഒന്ന് പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. അതിൽ എല്ലാവർക്കും ബൈ.